വാമേ, ദേ ഒരാളിരിക്കുന്നു. അതാരാ സുധാമണി? നിങ്ങളുടെ ഗസ്റ്റ് ആരെങ്കിലും ആണോ? അഥവാ ഗസ്റ്റ് ആണെങ്കിലും എന്തിനാ ഒളിപ്പിച്ചിരുത്തിരിക്കുന്നത്? അത് ഞങ്ങളുടെ വകയിലൊരു ബന്ധുവാ. സുധാമണി, ഇത് ശരിയല്ല. ഈ വീട്ടിൽ ആരും ഇല്ലാന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടേ ഇതിപ്പോ ആരാ? സുധാമണി, ഞങ്ങൾക്ക് അറിയണ്ട ഇത് ആരാന്ന്. ആരാ നിങ്ങള്? വാമേ, ഓ, ഇത് ഇയാളുടെ ഫോട്ടോ അല്ലേ ഹാളിൽ വെച്ചിരിക്കുന്നത്? ആരാ ഇത്? സുധാമണി, ഇതാരാണെന്ന് ഞങ്ങൾക്ക് അറിയണം. അതറിയാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട്. അതറിഞ്ഞേ പറ്റൂ. ആരെയാ പട്ടാപ്പകല് അടുക്കള കയറ്റി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന് ഞങ്ങൾക്ക് ഇന്ന് അറിയണം. അത് പിന്നെ ബാലു, ബാലു പറ, ഇതാരാണ്? ഇതൊന്നും അറിയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ അത് തുറന്ന് പറഞ്ഞേക്കേ. അലിയ, യാമിനി, ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. സുധാമണി, ഇതാരാണെന്ന് പറ. അത് പിന്നെ എന്റെ ഭർത്താവാണ്. എന്ന് വെച്ചാ കൃഷ്ണമൂർത്തി. കൃഷ്ണമൂർത്തി മരിച്ചുപോയെന്നല്ലേ പറഞ്ഞിരുന്നത്? പപ്പ, ഞാൻ പറയാം, ഒക്കെ ഞാൻ പറയാം. വേണ്ട വേണ്ട വേണ്ട, നീ ഒന്നും പറയണ്ട. സുധാമണിയാ ഇതിന് ഉത്തരം പറയേണ്ടത്. താൻ പറ, താൻ യഥാർത്ഥത്തിൽ ആരാടോ? ഞങ്ങളുടെ മോളെ ഇങ്ങോട്ട് പറഞ്ഞയക്കുമ്പോ ഞങ്ങളോട് പറഞ്ഞ എന്താന്നറിയോ? താൻ ചത്തുപോയെന്നാ. അച്ഛമ്മ, ഞങ്ങളും അങ്ങനെയാ വിശ്വസിച്ചോണ്ടിരുന്നേ. ബാലു, വെറുതെ കള്ളമൊന്നും പറയണ്ട. നിങ്ങൾ ഞങ്ങളെയൊക്കെ പറ്റിക്കായിരുന്നല്ലേ? അയ്യോ, യാമിനി, ഇവരെന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. യാമിനി, നമ്മുടെ കയ്യിൽ നിന്ന് മോളെ തട്ടിയെടുക്കാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് ഒളിച്ചു വെക്കുക. അയ്യോ അമ്മേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. സുധാമണിയെ വഴക്ക് പറയരുത്. സുധാമണി പാവാ. ഇവരാരും എന്നെ കുറിച്ച് ഒന്നും അറിഞ്ഞിരുന്നില്ല. ഞാൻ ജയിലിലായിരുന്നു എന്ന കാര്യം ഉൾപ്പെടെ ഒന്നും അറിഞ്ഞിട്ടില്ല. കൃഷ്ണമൂർത്തി ജയിലിലായിരുന്നു. സുധാമണി, ഒരു ജയിൽ പിള്ളയുടെ മോനെ കൊണ്ടാണോ എന്റെ മോളെ വിവാഹം കഴിപ്പിച്ചത്? ഞാൻ ചെയ്ത കുറ്റങ്ങൾക്ക് സുധാമണി എങ്ങനെ ഉത്തരവാദിയാകും? ഞാൻ കുറെ തെറ്റുകൾ ചെയ്തു. ജയിലിൽ വെച്ച് കുറെ പ്രശ്നങ്ങളും ഉണ്ടായി. അങ്ങനെയാ ഞാൻ മരിച്ചുപോയിന്നൊക്കെ ഇവര് വിശ്വസിച്ചത്. ഈശ്വരാ, അയ്യോ, ഞങ്ങൾ എന്തൊക്കെയാ ഈ കേൾക്കുന്നത്? യാമിനി, അപ്പുനെ ഒരു നിമിഷം ഈ വീട്ടിൽ നിർത്താൻ പാടില്ല. അപ്പു, നമുക്ക് പോവാം. അപ്പു വന്നേ. അങ്കിൾ പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട മോളെ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. വാമേ. അങ്കിൾ, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അപ്പു എന്റെ ഭാര്യ. എന്റെ ഭാര്യ എന്നോടൊപ്പം നിൽക്കേണ്ടത്. എന്റെ അനുവാദം ഇല്ലാതെ ആരും അപ്പുവിനെ ഇവിടുന്ന് കൊണ്ടുപോവില്ല. എന്റെ മകളായതിനു ശേഷം അപ്പു ബാലുവിന്റെ ഭാര്യ ആയത്. ഇങ്ങോട്ട്
വരല്ലേ പറഞ്ഞത് ഓടി ഇങ്ങോട്ട് പോ വരാൻ നടക്ക് അപ്പു മമ്മി അരി ഞാനൊന്ന് പറയട്ടെ. പാലു വാടി. അപ്പു വരാൻ മമ്മി, ഞാൻ പറയുന്നത് കേക്ക്. ഇങ്ങോട്ട് വാടി. ഏയ്, അങ്ങോട്ട് മാറി നിൽക്കണോ? ഏയ്, അപ്പു എന്തെങ്കിലും പറ്റിയോ? സന്ദീപ് വേണ്ട. സന്ദീപ് ഹാ, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മഹേഷേ, യാമിനി, സന്ദീപേ, നമുക്ക് നേരെ റെയിൽ പാളത്തിലേക്ക് പോവാം. അതില് തലവെച്ച് ആത്മഹത്യ ചെയ്യാം. അയ്യേ, ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം അതാ. അമ്മേ, നമ്മൾ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നേ? നമ്മൾ അന്തസ്സായിട്ട് ജീവിക്കും. ആത്മഹത്യ ചെയ്യേണ്ടതേ വേറെ ചിലരാ. അപ്പു, നിന്നെ ഈ വീട്ടിൽ നിർത്തിയിട്ട് പോകാൻ പറ്റില്ല. നീ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ. ഞാൻ കാല് പിടിച്ച് പറയാം. ഇപ്പൊ ഇവിടെ ഒരു ടെൻഷൻ ഉണ്ടാക്കരുത്. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരാം, വന്ന് കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ ഭക്ഷണം വിളമ്പാം. നമുക്ക് സന്തോഷായിട്ട് ഭക്ഷണം കഴിക്കാം. അയ്യേ, ഭക്ഷണം ആർക്ക് വേണം? നിന്റെ വൃത്തികെട്ട ഈ വീട്ടിലെ വൃത്തികെട്ട ഭക്ഷണം. നീ സൂത്രക്കാരിയാ. നീയും നിന്റെ ഭർത്താവും കൂടെ നടത്തുന്ന നാടകമാ ഇത്. ഞങ്ങളുടെ ഗതികേടിനെ മുതലെടുത്തവളാ നീ. ഭർത്താവ് ചത്തുപോയി എന്ന് വിശ്വസിപ്പിച്ച് സഹതാപം പിടിച്ചുപറ്റി ഞങ്ങളുടെ ഈ അപ്പുമോളെ വശത്താക്കി. എന്തായാലും ശരി, അപ്പൂനെയും കൊണ്ടേ ഞങ്ങള് പോകൂ. ആ, സുധാമണിയല്ല ഇനി ആരും. എന്റെ സുധാമണിയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. നിങ്ങൾ എന്താ പറഞ്ഞത്? എന്റെ സുധ നാടകം നടത്തുകയായിരുന്നോ? നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ മോളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു. ചൂടയുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുപോയി നോക്ക്. ദേ, ഇത് ഞങ്ങൾ തമ്മിലുള്ള കാര്യ. അതിൽ തലയിടാൻ വരണ്ട. നിങ്ങൾ അകത്തേക്ക് പോണം. ഇത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തോണം. സോറി സുധേ, നിന്നെ വിഷമിപ്പിച്ചതിന് മാപ്പ്. ക്ഷമിക്കണം. സോറി. സോറി? ഞങ്ങളെ ആവോളം അപമാനിച്ചിട്ട് ഒരു സോറി? അമ്മേ, മഹേഷ്, നമുക്കിറങ്ങാം. വാ. ബാക്കി എന്ത് വേണോന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം. അയ്യോ, പോവരുത്. ക്ഷമിക്കണം. ഇല്ല സുധാമണി, ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇനിയും വഷളാവും. പപ്പ പ്ലീസ്, പപ്പ പോവരുത്. ഞാൻ എല്ലാരോടും അപേക്ഷിക്കുക, ദയവായി പോവരുത്. അങ്കിൾ, ഞങ്ങൾ ഒരു കാര്യവും ആരിൽ നിന്നും മറച്ചു വെച്ചിട്ടില്ല. സത്യം, അതെ, അച്ഛൻ മരിച്ചു പോയെന്ന് തന്നെയാ ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത്. മമ്മി, നമുക്ക് സന്തോഷായിട്ട് കുറച്ചു നേരം സംസാരിച്ചിട്ട് പോവാം. പറയാനുള്ളതൊക്കെ ഞങ്ങളുടെ മുഖത്ത് നോക്കി ഒരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ. മതി മോളെ, തൃപ്തിയായി. വാ, പോകാം. മമ്മി, നിന്റെ ഭർത്താവ് കാരണം നീ കണ്ണീര് കുടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. കുടുംബത്തിനെ മുഴുവൻ ഞാൻ പിരിക്കും. എന്നിട്ട് എന്റെ ലക്ഷ്യം നേടും. നശിപ്പിക്കുമല്ലേ? എല്ലാം നശിപ്പിക്കുമല്ലേ? 100 പ്രാവശ്യം പറഞ്ഞല്ലേ ഒച്ചയൊന്നും ഉണ്ടാക്കണ്ട, അകത്തിരിക്കണമെന്ന്. സുധാമണി, എനിക്ക് അടക്കാൻ പറ്റാത്ത ഒരു ചുമ വന്നുപോയി. ഞാൻ ചുമയ്ക്കാതെ പിടിച്ചിരിക്കാൻ നോക്കിയതാ, പക്ഷെ നടന്നില്ല. ചുമയൊക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ സുധേ? പറ്റിപ്പോയി. മോളെ, അച്ഛനോട് ക്ഷമിക്കണം. ബാലു, മക്കളെ, ഞാൻ കാരണം കുടുംബത്തിനുണ്ടായ നാണക്കേടിന് കാല് പിടിച്ച് മാപ്പ് ചോദിക്കാം. മാപ്പ്?
ഒരു സന്തോഷത്തോടെ വന്നതാ. ചുമച്ച് ആളെ അറിയിച്ചതും പോരാ, അവരോട് ഒച്ചയെടുക്കാൻ പോയിരിക്കുന്നു. അവരുടെ മോളുടെ വീട്ടുകാരാ അവര്. നമ്മൾ ഏറ്റവും ബഹുമാനം കാണിക്കേണ്ട ആൾക്കാരാ അവര്. സുധേ, ആ അച്ഛമ്മ നിന്നെ വല്ലാതെ കുത്തി നോവിക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അയ്യോ, എന്നോട് എന്താ ഒരു സഹതാപം. ഈ കുട്ടികളെ എങ്ങനെ വളർത്തിന്ന് അന്വേഷിച്ചിട്ടില്ല. ഞങ്ങൾ ഉണ്ണുന്നുണ്ടോ ഉറങ്ങുന്നുണ്ടോ അതൊന്നും അന്വേഷിച്ചേ ഇല്ല. അപ്പോഴൊന്നും ഒരു സഹതാപവും ഇല്ല. ഒരു സഹതാപവും കൊണ്ട് വന്നിരിക്കുന്നു. ഇപ്പൊ ഭർത്താവ് ജയിലിൽ കിടന്ന ആളാണെന്നും മരിച്ചെന്ന് പറഞ്ഞത് വെറുതെയാണെന്നും പറഞ്ഞപ്പോ അത് കേട്ട് അപ്പുവിന്റെ വീട്ടുകാർ ചൂടായി. സ്വാഭാവികമായിട്ടും ആരായാലും ചൂടാവും. അത് കണ്ടപ്പോ സഹതാപം അണപൊട്ടി ഒഴുകി. പോട്ടമ്മേ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ പറയാതിരിക്കും മോളെ? ഒന്നാമത് മോളുടെ മമ്മിക്കും അച്ഛമ്മയ്ക്കും ഒരു വിഷമുണ്ട്. ഇപ്പോ അത് പൂർണ്ണായി. ഒന്നുമില്ലമ്മേ, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. മോളെ, മോളുടെ അച്ഛനെയോ അമ്മയോ ഒന്ന് വിളിച്ചു തരാമോ? ഞാൻ സംസാരിക്കാം. ഇനിയിപ്പോ ആരോടും സംസാരിക്കാനൊന്നും നിൽക്കണ്ട. നാളെ പിള്ള സാറ് പുതിയൊരു മുറി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടൊന്ന് മാറിയാ വലിയ ഉപകാരം. മോനെ, നീ ഇങ്ങനെ വെറുത്ത പോലെ പറയാതെ. വെറുത്തിട്ടൊന്നും അല്ല, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ശരി ബാലു, അമ്മേ, അച്ഛന് കാര്യം മനസ്സിലായി. അച്ഛൻ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. അറിയാതെ സംഭവിച്ചു പോയതല്ലേ. എന്തായാലും അച്ഛൻ പുതിയ റൂമിലേക്ക് മാറിയാ അച്ഛനൊരു ഫ്രീഡം കിട്ടുമല്ലോ. എന്റെ ഫ്രീഡം പ്രശ്നമല്ല മോളെ. നിങ്ങളുടെയൊക്കെ സന്തോഷവും സമാധാനവുമാണ് എനിക്ക് പ്രധാനം. ഓഫീസിൽ നിന്നാണല്ലോ. കിരൺ സാറാ. ലീവാണെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ അയാൾ വിളിച്ചോണ്ടിരിക്കുന്നത്? എന്താണെന്ന് ചോദിച്ചു നോക്കാം. ഹലോ. ഹലോ അപർണ, തിരക്കിലാണോ? സാർ പറഞ്ഞോളൂ. അപർണ അത്യാവശ്യം ഓഫീസ് വരെ ഒന്ന് വരണം. ഇറ്റ്സ് ആൻ എമർജൻസി. ഇന്ന് വരണമെന്നോ? സാർ, ഞാൻ നേരത്തെ തന്നെ ലീവ് പറഞ്ഞിരുന്നാണല്ലോ. അതെ, പക്ഷെ ഒരു ക്ലയന്റ് വിളിച്ചിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ തന്നെ അവരുടെ റിപ്പോർട്ട് അയച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ എത്ര കോടിയുടെ ലോസാ നമ്മുടെ കമ്പനിക്ക് ഉണ്ടാകാൻ പോകുന്നെന്ന് അപർണയ്ക്ക് അറിയാലോ. അയ്യോ, ഞാൻ പറഞ്ഞിരുന്നാണല്ലോ. ഫാമിലിയിൽ ചില ആവശ്യങ്ങളുണ്ട്, അതിന്റെ കാര്യങ്ങൾ. ഐ നോ. പക്ഷെ അപർണ, ഒരു സിഇഒ നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഇത്തരം നിമിഷങ്ങളില്ല. ഫാമിലിയോടുള്ള ഉത്തരവാദിത്വം പോലെ തന്നെ പ്രധാനമല്ലേ കമ്പനിയോടുള്ള കമ്മിറ്റ്മെന്റ്. അപർണയ്ക്ക് വേണമെങ്കിൽ വരാതിരിക്കാം. ലീവ് സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞതാ. പക്ഷേ ആത്മാർത്ഥതയുള്ളൊരു സിഇഒ എന്ന നിലയ്ക്ക് അപർണ ഓഫീസിൽ വരികയാണ് വേണ്ടത്. ഓക്കെ സാർ, ഞാൻ വരാം. ദാറ്റ്സ് ഗ്രേറ്റ്. ഇതിനെയാണ് തിരിച്ചറിവെന്ന് പറയുന്നത്. പെട്ടെന്ന് വരൂ, എത്രയും പെട്ടെന്ന്. ക്ലയന്റ് ഈസ് വെയിറ്റിംഗ്. ഓക്കെ സാർ, ഞാൻ വന്നിരിക്കും. താനപ്പോ പോവാനായിട്ട് തീരുമാനിച്ചോ? ഒരു എമർജൻസിയാ ബാലു, പോയേ പറ്റൂ. എന്ത് എമർജൻസി? ആരെങ്കിലും അവിടെ ചാവാൻ വേണ്ടി കിടക്കുവാണോ? ഒരു കമ്പനിയിലെ സ്റ്റാഫ് കമ്പനിയിൽ അത്യാവശ്യമായി പോകുന്നത് ആരെങ്കിലും ചാകാൻ കിടക്കുന്നോണ്ടാണോ? എനിക്ക് പോയേ പറ്റൂ. ഞാൻ സമ്മതിക്കില്ല. ആ കിരൺ ഉണ്ടല്ലോ, വീണ്ടും ബുദ്ധിപൂർവ്വം കളിച്ചോണ്ടിരിക്കുക. നമ്മൾ രണ്ടുപേരും ലീവാണെന്ന് അവൻ അറിയാം. അപ്പൊ നിന്നോട് മാത്രം ഓഫീസിൽ ചെല്ലാനായിട്ട് പറയുന്നു. അതിന്? അപ്പൊ നീ അവിടെ തനിച്ചാവൂലോ. ഞാൻ ഇവിടെയല്ലേ. അവിടെ തനിച്ചായ? അവിടെ തനിച്ചായ ആ, ഞാൻ അവിടെ ഇല്ലല്ലോ. ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല. എവിടേക്കാ? എനിക്ക് റെഡിയായി ഇറങ്ങണം. നീ പോവില്ല. ഞാൻ പോകും. ആര് തടഞ്ഞാലും ഞാൻ പോകും. അപ്പു, ഛേ
എനിക്ക് സമാധാനമാവും. ഞാൻ കാണിച്ചത് വലിയ തെറ്റാണെന്നാണ് നീ പറയുന്നത്. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ ശരിയായിട്ടാ എനിക്ക് തോന്നുന്നത്. എന്റെ ഭാര്യയെ അവഹേളിച്ചവരോട് ഞാൻ പ്രതികരിച്ചു. അതിനെയും അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്ന് മാത്രമല്ല, ഇനി എപ്പോഴൊക്കെ നിനക്കൊരു പ്രശ്നമുണ്ടാകുന്നോ അവിടെയൊക്കെ ഞാൻ ഇടപെടും. നീ എതിർത്താലും ഞാൻ ഇടപെടും. ഞാൻ ജീവിതത്തിൽ കുറെ തെറ്റുകൾ ചെയ്തു, അതിനുള്ള ശിക്ഷയും കിട്ടി. മരിക്കുന്നതിന് മുൻപ് കുറെ ശരികൾ ചെയ്തു തുടങ്ങണം. നിന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക, നിനക്ക് വേണ്ടി ജീവിക്കുക, അതാണ് എന്റെ പ്രധാന ശരികളിൽ ഒന്ന്. നീ എതിർത്താലും ശരി, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. നിനക്ക് വേണ്ടി നിഴല് പോലെയുണ്ട്. എന്റെ പ്രകടനത്തിൽ സുധ വീണു. അമ്മേ, അമ്മേ, ഞാനിന്ന് ഓഫീസ് വരെ പോവാ. അല്ല, ഇന്ന് ലീവല്ലേ മോനെ? അല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് പോകണമായിരുന്നു. അപ്പൊ പോയി കഴിഞ്ഞപ്പോ എനിക്ക് ഫോൺ വന്നു ചെല്ലണോന്ന് പറഞ്ഞിട്ട്. ഞാനൊന്ന് പോയിട്ട് വരാം. സുധേ, നമ്മുടെ മക്കള് തമ്മിൽ എന്ന് വെച്ചാ അവരുടെയും ബാലുവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവര് തമ്മിൽ പ്രശ്നമൊന്നുമില്ല. ഇനി അവരുടെ ഇടയിലും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാ മതി. എന്താ സുധേ ഇങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാനാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും തണലായി ജീവിക്കാൻ, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കാൻ. അതുകൊണ്ടാ ബാലുവിന്റെയും അപർണയുടെയും ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചത്. ഇപ്പൊ തന്നെ ദേ ബാലുവിന്റെ മുഖത്ത് വല്ലാത്ത ഒരു ടെൻഷൻ കണ്ടു. ചിലപ്പോ എന്റെ തോന്നലായിരിക്കും. സർ, 1 മണിക്കൂറിനുള്ളിൽ അജയ് ഘോഷ് എത്തുന്നല്ലേ പറഞ്ഞേ? പക്ഷെ ഇതുവരെ വന്നില്ലല്ലോ. അതാ ഞാനും ആലോചിക്കുന്നത്. ഉടനെ വരും, മാക്സിമം 1 മണിക്കൂർ എന്നൊക്കെ വ്യക്തമായി പറഞ്ഞതാ. അദ്ദേഹം വരില്ലെങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ സർ. എന്തായാലും അപർണ വന്നതല്ലേ, ഒരു അരമണിക്കൂർ കൂടി നമുക്ക് നോക്കാം. സാറ് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു നോക്ക്. അത് വേണോ അപർണ? ചിലപ്പോ അത്യാവശ്യമായി മറ്റേതെങ്കിലും മീറ്റിംഗിൽ പങ്കെടുക്കായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ആവശ്യക്കാർ നമ്മളായി പോയില്ലേ? അപർണ ഇരിക്കേ.